അത് ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല. അടൂർ പ്രകാശുമായിട്ട് എനിക്ക് വന്നശേഷം ബന്ധമില്ല. ഒരു ദിവസം അവിടെ വന്ന് എന്നെ കണ്ട് സംസാരിച്ചു, നിൽക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് സഹായിക്കേണ്ട ആവശ്യം ഇപ്പം ഇല്ല, ഞാൻ എന്നെ അങ്ങനെ നിർത്തിയിരിക്കുന്നത് നിങ്ങൾ എന്നെ സഹായിച്ചിട്ടില്ല. എന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബാങ്ക് പ്രസിഡന്റുമായ നിങ്ങൾ എന്നെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ പരിപാടിയിൽ വന്ന് ചാക്കിട്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് തരും? നിങ്ങളുടെ നടപടിയോട് എനിക്ക് വിയോജിപ്പാണ് എന്ന് അദ്ദേഹത്തോട് മുഖത്ത് നോക്കി പറഞ്ഞു. പാർട്ടി ഇപ്പം അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല. അത് CPM-ന്റെ പാർട്ടിയാണ്. CPM-ന്റെ പാർട്ടി എവിടെ മത്സരിക്കാനും പറഞ്ഞാലും മത്സരിക്കും. ഞാൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്നെ തോൽപ്പിക്കാൻ ആരും കഴിയത്തില്ല. ഇല്ല, ഞാൻ ഒരു ഡിമാൻഡും പാർട്ടിയോട് ആവശ്യപ്പെട്ടില്ല. പക്ഷേ പാർട്ടി പറഞ്ഞാൽ, CPM എന്ന പാർട്ടി പറഞ്ഞാൽ കോൺഗ്രസ് പോലെ അല്ല. എനിക്കറിയാം CPM ഒരു അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ നയമുള്ള പാർട്ടിയാണ് CPM. കോൺഗ്രസ് അങ്ങനെയില്ല, എല്ലാവർക്കും ഓരോ നയമാണ്. അതുകൊണ്ട് ആ പാർട്ടി എന്ത് പറയുന്നോ അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് ചെയ്യും. അഴിമതിക്കെതിരെ എന്തെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ? എനിക്കെതിരെ ഒരു കേസുണ്ടോ? പഞ്ചായത്ത് ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ കൂടി പണം ചിലവാക്കി എൻ്റെ അധ്വാനത്തിൻ്റെ എൻ്റെ പേരിൽ വന്ന പഞ്ചായത്തിൽ നമ്മളെ ഗവൺമെൻറ് ഒരു ആനുകൂല്യം ചെയ്തു, പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഈ പണ്ട് മണ്ണിടിക്കുന്നതിന് നമ്മളെ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരത്ത് വന്ന് മാസങ്ങൾ കാത്തു കിടന്നാണ് പെർമിറ്റ് വാങ്ങിക്കുന്നത്. ഈ ഗവൺമെൻറ് അതിനൊരു മാറ്റമുണ്ടാക്കി 30 സെന്റ് സ്ഥലം വരെ ഇടിക്കുന്നതിന് പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തുകൊണ്ട് ചെയ്ത വലിയ നല്ല തീരുമാനമാണ്. പക്ഷേ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പഞ്ചായത്തിൽ ഞാൻ കൊണ്ടുവന്ന കോൺഗ്രസ്സുകാർ മണ്ണിടിക്കുന്നതിന് 30,000 രൂപ വാങ്ങിക്കും. 10 രൂപ സെക്രട്ടറിക്കും 20 രൂപ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും. അങ്ങനെ ഒരു 10-500 ആളുകൾ ഞാൻ പോയി എതിർത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ഉദ്യോഗസ്ഥൻ ഞാൻ അടി കൊടുത്തു. ഒരു നമ്പർ കൊടുത്തിട്ട് 1.25 വർഷമായി 5,000 രൂപ വൈസ് പ്രസിഡന്റും 5,000 രൂപ പഴയ വിജിലൻസ് പിടിച്ച സെക്രട്ടറി വാങ്ങിച്ചു. ഞാൻ ആഫീസിൽ കയറി ആ ജീവനക്കാരനെ പിടിച്ച് അയാളുടെ ആരും പറഞ്ഞില്ല കൊടുക്കണം ഒറ്റ അടി അടിച്ചു. അത് കൊടുക്കാൻ ആയി. ആളുകളെ സഹായിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. ആളുകളെ പാവപ്പെട്ട ആളുകൾ ഉദ്രവിക്കരുത്. അത് ആലോചിക്കും. ശിലാഫലകം ഞാൻ 2 ഏക്കർ സ്ഥലം കേരളത്തിൽ ആരും ചെയ്യാത്ത പാവപ്പെട്ട ബാംബു കോർപ്പറേഷൻ ജീവനക്കാരുടെ വീട്ടിലാണ് ഇതെല്ലാം നെയ്യുന്നത്. അവർക്കും വിദ്യാഭ്യാസമുള്ള, സംസ്കാരമുള്ള, സൗന്ദര്യമുള്ള, നല്ല ജീവിക്കാനുള്ള കുട്ടികളുണ്ട്. അവർ പൊടിയടിച്ച് ജീവിക്കണം, പൊടിയടിച്ച് കിടന്ന് ഉറങ്ങണം. അതുകൊണ്ട് അവർക്ക് സ്വന്തമായി ജോലി ചെയ്യാനുള്ള 1 ഏക്കർ 2 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഒരു ബാംബു കോർപ്പറേഷൻ ഓഫീസ് കെട്ടി. അതിൻ്റെ അപ്പുറത്ത് ഹെൽത്ത് സെൻ്റർ കെട്ടി 70 ലക്ഷം രൂപ ആധുനിക സൗകര്യമുള്ള ഒരു നേഴ്സിനും ഡോക്ടർക്കും വിശ്രമിക്കാനും താമസിക്കാനും കെട്ടിക്കണം. അതിൽ എൻ്റെ കല്ല് ഇലക്ഷൻ കാലത്ത് MP-യുടെയും MLA-യുടെയും വാർഡ് മെമ്പറേയും CPM-ന്റെ ശോഭൻ കുമാറുടെ ഇരിപ്പുണ്ട്. ശോഭൻ കുമാറിൻ്റെ പേരുള്ള കല്ല് വെച്ചു. അല്ല, കല്ല് നമ്മൾ 2ാം മെമ്പറാണ്. പക്ഷെ ആ കല്ല് മാറ്റിയിട്ട് ഞാനിവിടെ ഇല്ലാത്തപ്പോൾ എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മരണത്തിന് ഷൂറിനായിട്ട് പോകുമ്പോൾ ആ കല്ല് മാറ്റി പുതിയ കല്ല് വെച്ചു. അപ്പോൾ എല്ലാ കല്ലും മാറ്റും. അപ്പം നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി. എന്നെ അറിയിച്ചു. ഞാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറ്റുന്ന രാവിലെ ഉളിയെടുത്ത് അവിടെ നിന്ന് വേറെ കൂലിക്കാരി വ്യാപിക്കുന്ന ആളല്ല, ഒരു ക്യാമറ കൊണ്ട് ഒരു ആളിനെ കൊണ്ട് പോയി അത് പിടിച്ച് അത് ലോകം മുഴുവൻ കാണിച്ച് ഇനി ഒരു കല്ലും പൊട്ടിക്കരുത് എന്നുള്ള ശക്തമായ താക്കീത് കൊടുത്ത് അവസാനം എൻ്റെ പേരിൽ കേസെടുത്ത് ഞാൻ 8 ദിവസം ജയിലിൽ.